അധികമാരും സംസാരിക്കാത്ത എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതാണ് ഇമോഷണലി ഓർഫൻഡ് ആയിട്ടുള്ള ആളുകൾ. ഒരുപക്ഷെ നമ്മൾ പുറത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ദേ ഹാവ് ഫാമിലി, അതുപോലെ തന്നെ ദേ ആർ എൻജോയിങ് ദെയർ ലൈഫ്, ഭയങ്കര അടിപൊളി ലൈഫായിരിക്കും. പക്ഷേ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കാലത്തോളമായിട്ട് സപ്രസ് ചെയ്തിട്ടുള്ള ഒരുപാട് വേദനകൾ, ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വാല്യൂ ചെയ്യാത്ത ഒരുപാട് സങ്കടങ്ങളെല്ലാം അവരുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തതിനുള്ള മെയിൻ കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി അവർ പറഞ്ഞപ്പോൾ അത് വാല്യൂ ചെയ്യാതിരുന്നിട്ടോ ആയിരിക്കും. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗിവർ മോഡിൽ നിന്നും റിസീവർ മോഡിലേക്ക് മാറണം. അതായത് നിങ്ങൾ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ വേണ്ടിയും എല്ലാവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനിടക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചൊക്കെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. റിസീവർ മോഡിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കെയറും ലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മേടിച്ചേ മതിയാവും എന്നുള്ളതാണ്. രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് സ്നേഹം തരുന്ന നിങ്ങളെ പരിഗണിക്കുന്ന ആളുകളുടെ കൂടെ കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന എന്തൊക്കെ ഹോബീസ് ആണോ അത് സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെയൊക്കെ റിലാക്സ് ആക്കാൻ പറ്റുമോ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വൺസ് ഇമോഷൻസ് അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെന്റലിയും ഫിസിക്കലും വീക്ക് ആവും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി മുതൽ ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ബൈ.